കേരളത്തിൽ ഈ ഛത്തീസ്ഗഡ് ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ള ഡിബേറ്റ് നടക്കുന്നുണ്ട്. ഈ നിർബന്ധിത മതപരിവർത്തനം ഇന്ത്യയിലാകമാനം നടക്കുന്നു. ക്രിപ്റ്റോ ക്രിസ്ത്യൻസ്, അതിനെപ്പറ്റി ചർച്ച നടക്കുന്നു. സംഘ് പരിവാർ ക്യാമ്പിലും അവർ ഇൻസൈഡ് പല ഗ്രൂപ്പുകളിലും വലിയ ചർച്ച നടക്കുന്നു. ഞാൻ നേരത്തെ ഈ ക്രിപ്റ്റോ ക്രിസ്ത്യൻസിനെ പറ്റി പല വീഡിയോകൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കഥാപാത്രം 2020 ജൂലൈ മാസം സുപ്രീം കോടതിയിൽ നിന്നും റിട്ടയറായ തമിഴ്നാട് കൃഷ്ണഗിരി ജില്ലാക്കാരിയായ ജസ്റ്റിസ് ഭാനുമതി അവരെ പറ്റിയാണ്. അവരെ ബേസിക്കലി ദളിതാണ്. അവരുടെ ചെറുപ്പകാലം എന്ന് പറയുന്ന അതികഠിനമായിരുന്നു. ഇതൊക്കെ ലാസ്റ്റ് ഡേ അവരുടെ എന്നാണ് അവർക്ക് ഓഫ് കൊടുത്തത്, അതായത് റിട്ടയർമെന്റ് കൊടുക്കുന്ന ദിവസം സുപ്രീം കോർട്ടിന്റെ ബാർ കൗൺസിൽ നടത്തിയ യാത്രയയപ്പ് സന്ദേശത്തിൽ ആ ഒരു റിസപ്ഷനിലാണ് ഇവരത് പറയുന്നത്. സെൻഡ് ഓഫ് മീറ്റിങ്ങിലാണ് അവരിതൊക്കെ പറയുന്നത് ബേസിക്കലി. കാരണം മനസ്സിലാക്കുക, ഇവരുടെ പിതാവ് ഒരു കർഷക തൊഴിലാളിയായിരുന്നു. കർഷകനല്ല, തൊഴിലാളിയായിരുന്നു. ഈ ജസ്റ്റിസ് ഭാനുമതിക്ക് ചെറുപ്പത്തിൽ അവരുടെ പിതാവ് ഒരു ആക്സിഡന്റിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു. എന്നിട്ട് 2 സിസ്റ്റേഴ്സ് ഉണ്ട്. ഇവർക്ക് ആ സമയത്ത് എങ്ങാണ്ട് ടീനേജ് എങ്ങാണ്ട് അത് തുടങ്ങിയ സമയത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പക്ഷേ ഇവരുടെ മാതാവ്, അതായത് ജസ്റ്റിസ് ഭാനുമതിയുടെ അമ്മ, ഒരു ക്രിസ്ത്യൻ ബിലീവറായിരുന്നു, ദളിതായിട്ടുള്ളത്. പിന്നീടാണ് സംഭവങ്ങൾ മാറുക. നിങ്ങൾ ഈ കാത്തലിക്സ് അവരെ കൺവേർട്ട് ചെയ്തു, ഇവരെ കൺവേർട്ട് ചെയ്തൊക്കെ പറയുമ്പോൾ നിങ്ങളും മനസ്സിലാക്കുക പിന്നീട് എന്താണ് സംഭവിച്ചത്. ഇതേപോലെയാണ് ഇന്ത്യയിൽ പലയിടത്തും ദളിത് കമ്മ്യൂണിറ്റിക്കും ആദിവാസി കമ്മ്യൂണിറ്റിക്കും ഉണ്ടാകുന്ന സംഭവം. ഇതുപോലെ ആയിരക്കണക്കിന് കേസുകൾ പറയാം. എന്തുകൊണ്ടാണ് ജസ്റ്റിസ് ഭാനുമതിയുടെ കേസ് എടുക്കുന്നത്? കാരണം അവർ സുപ്രീം കോർട്ടിന്റെ ജഡ്ജിയായിട്ട് ഏകദേശം 2012 മുതൽ 20 വരെ സർവീസ് ചെയ്തൊരു സ്ത്രീയാണ്. എന്താണ് പറയാനുണ്ടായ കാരണം? ഒരു ഹൈ പ്രൊഫൈലിൽ പോയ ഒരു സ്ത്രീ. അവർ ഹിന്ദു കമ്മ്യൂണിറ്റിയിലാണ് ജനിച്ചത്. പക്ഷേ അവരുടെ ഫാമിലിയിലുണ്ടായ ഇഷ്യൂസ്, അതായത് ഫാമിലിക്ക് ഈ പറയുന്ന ജാതീയത പ്രശ്നം കൊണ്ടുണ്ടായ പ്രശ്നം അവരുടെ പഠനത്തിലാണെങ്കിലും മുന്നോട്ടുള്ള യാത്രയിലാണെങ്കിലും വല്ലാത്ത രീതിയിൽ അത് ബാധിച്ചു. അതാണ് ഇഷ്യൂ. എന്നിട്ട് ഇവരെ ആരാ പഠിപ്പിച്ചു? അവിടെ പല ഹിന്ദു സംഘടനകളും നിങ്ങൾ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഈ കൃഷ്ണഗിരി കേരളത്തിൽ നിന്ന് വലിയ ദൂരെയൊന്നുമല്ല. ഇതൊക്കെ പോയി അന്വേഷിക്കണം. കാരണം ഞാനിത് ആ സംഭവം ഈ ടോപ്പിക്ക് പഠിച്ചു. എന്താണ് ജസ്റ്റിസ് ഭാനുമതിയുടെ അവർ ചെറിയൊരു 10-20 ദളിതായിട്ടുള്ള ആൾക്കാർ മാത്രം കൂടുന്ന ചർച്ച ചെയ്തത്? അവിടെ പണക്കാരും ഈ പറയുന്ന വിദേശ പണം ഒന്നുമില്ല. അവരെന്ത് ചെയ്തു? അവരെല്ലാം കൂടെ 10-20 പേര് അവർ ഡിസൈഡ് ചെയ്യുന്നു. ഇവരെല്ലാം കർഷക തൊഴിലാളികളാണ്. മനസ്സിലാക്കുക, അവിടെയുള്ള ദളിത് കമ്മ്യൂണിറ്റിയൊക്കെ വളരെ പാവങ്ങളാണ്. അവരെന്ത് ചെയ്തു? അവരെല്ലാം കൂടി ഡിസൈഡ് ചെയ്തു എല്ലാ മാസവും അവർക്ക് കിട്ടുന്ന ഒരു വിഹിതം അവരിവർക്ക് വേണ്ടി, ഇവരുടെ പഠനത്തിന് വേണ്ടി ചെലവഴിച്ചു. ഇവർ പഠിച്ചത് കോൺവെന്റ് സ്കൂളിലോ കാത്തലിക് സ്കൂളിലോ ഒന്നുമല്ല പഠിച്ചത്, ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചു. എന്നിട്ട് ഗവൺമെന്റിന്റെ ഈ പറയുന്ന കോളേജിൽ പോയി പഠിച്ചു. അതിനുശേഷം അവർ LLB അതും ഗവൺമെന്റിൽ പഠിച്ചു. അത് കഴിഞ്ഞ് LLM കാമരാജു അതും ഗവൺമെന്റിൽ പഠിച്ചു. പക്ഷെ ഇവർക്ക് ഇതിന്റെ ആ കുടുംബത്തിന് സപ്പോർട്ട് കൊടുത്തത് ഈ പറയുന്ന 10-22 പേര് കൂടിയ ഒരു ചെറിയ ചർച്ച. അവരെല്ലാം കൂടി ഇവരെ സപ്പോർട്ട് ചെയ്തു. അവർ പഠിച്ചു. അവർ പിന്നെ ജഡ്ജിയായി, സെഷൻ ജഡ്ജായി, ജില്ലാ ജഡ്ജായി, പിന്നെ ഹൈക്കോടതി ജഡ്ജായി. അതിനുശേഷം അവർ പല സ്റ്റേറ്റുകളിൽ സർവീസ് ചെയ്തു. ജാർഖണ്ഡിൽ അവർ അവിടുത്തെ ഹൈക്കോർട്ടിൻ്റെ ചീഫ് ജസ്റ്റിസായി. അതിനുശേഷം അവർ സുപ്രീം കോടതിയിൽ വരുന്നു. അവർ ഇന്ത്യയിൽ ഫേമസ് ആകാനുണ്ടായ കാരണമെന്ന് പറയുന്നത് നിർഭയ കേസിൽ അവരെഴുതിയ വിധിയാണ്. അങ്ങനെയാണ് ഇന്ത്യ മുഴുവൻ ഇന്റർനാഷണലി ജസ്റ്റിസ് ഭാനുമതി
ഒരു ലോക പ്രശസ്തിയാകുന്നത്. അവരുടെ സ്ട്രോങ് വേർഷനിലാണ് ആ നിർഭയ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കുന്ന ഗ്യാങ് റേപ്പ് കേസിൽ അതിശക്തമായ നിലപാടെടുത്ത ആ സംഭവം അവർ ജഡ്ജ്മെന്റ് കൊടുത്തു. അപ്പം ബേസിക്കലി 3 ജഡ്ജുള്ള ബെഞ്ചിലാണ് ഇവർ മാത്രമാണ് സ്ട്രോങ് ആയിട്ട് അത് എഴുതുന്നത്. അപ്പൊ ഇത്രയൊക്കെ ചെയ്ത് ഏകദേശം 366 സുപ്രീം കോടതി ജഡ്ജ്മെന്റ് ജസ്റ്റിസ് ഭാനുമതിയുടെ പേരിലുണ്ട്. മനസ്സിലാക്കുക, അവർ പറയുന്ന അവരുടെ ലീഗൽ, അതായത് അത് ഇതിനൊക്കെ മനസ്സിലാക്കേണ്ടത് അവർ കൊളീജിയത്തിലും മെമ്പറായിരുന്നു, ജഡ്ജസിനെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലും. ഇവർ പറയുന്നത് അവരുടെ ആ കാലയളവിൽ അവർക്ക് ലീഗലായിട്ടും അവരുടെ അഡ്മിനിസ്ട്രേഷനായിട്ടും പലയിടത്തും ജഡ്ജായിട്ട് ജോലി ചെയ്തപ്പോഴും അവർ വല്ലാത്ത രീതിയിൽ പലതും നേരിടേണ്ടി വന്നു. ഇതൊക്കെ അവരുടെ അവസാനത്തെ സ്പീച്ചിൽ അവർ പറയുന്നുണ്ട്. അപ്പോഴവരൊരു കാര്യം പറഞ്ഞു. അന്നാണ് അവർ തുറന്നു പറയുന്നത്, അവരൊരു ജീസസ് ബിലീവറാണ്, അതുകൊണ്ട് തന്നെയാണ് ഇതിനെയൊക്കെ ഓവർകം ചെയ്യാൻ പറ്റിയത്. ഇനി നിങ്ങളോട് ചോദിക്കട്ടെ, ഇത് കേൾക്കുന്ന പല ആൾക്കാരോട്, അവരെന്തെങ്കിലും മോശമായിട്ട് ചെയ്തോ? നമ്മുടെ മലയാളിയായ ജസ്റ്റിസ് ബാലകൃഷ്ണനെ പറ്റി പല രീതിയിലുള്ള കംപ്ലൈൻറ്റ്, അദ്ദേഹം എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ടാണ്, തമിഴ്നാട്ടിലുള്ള മറ്റൊരു ജഡ്ജ്, അദ്ദേഹത്തെ പറ്റി വളരെ മോശമായിട്ട് തോന്നി. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോണം, ദളിത് കമ്മ്യൂണിറ്റിയെ പറ്റിയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, എന്തെങ്കിലും മോശമായിട്ട് വന്നാൽ അത് ഇവിടുത്തെ മീഡിയ അങ്ങ് ആഘോഷിക്കും, വലിയ ആഘോഷമായിരിക്കും. പക്ഷെ ജസ്റ്റിസ് യശ്വന്ത് വർമ്മ, അയാളുടെ വീട്ടിൽ നിന്ന് പണം ഇത്രമാത്രം എടുത്തിട്ടും ഇതേപോലെയുള്ള മീഡിയ പ്രൊഫൈൽസ് ഒന്നും അയാളെ പറ്റി വരുന്നില്ല. ഒരു ചെറിയ രീതിയിൽ പണം വെച്ചു, അവിടെ കത്തിപ്പോയി. എന്താ അതിൻ്റെ കാരണം? നമ്മുടെ മീഡിയം അങ്ങനെയാണ്. ഞാനിത് വെറുതെ പറയാം, കാരണം ഞാൻ ഈ മീഡിയ വർക്ക് ചെയ്ത് ഇത്രയും വർഷം, എനിക്കിതിനെപ്പറ്റി അറിയാം ഇൻ ആൻഡ് ഔട്ട്. കാരണം ഒരു കമ്മ്യൂണിറ്റി, ഇതിൻ്റെ സർവീസ് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റിയെ മറ്റൊരു കമ്മ്യൂണിറ്റിയെ അടിച്ചങ്ങ് നാശമാക്കുക, അപ്പർ കാസ്റ്റിൻ്റെ കയ്യിലാണ്. ഞാൻ കുറ്റപ്പെടുത്തി പറയുമല്ല, അതാണ് ഇന്ത്യയുടെ ഒരു സിസ്റ്റം, ഇന്ത്യയുടെ ഒരു മൈൻഡ് സെറ്റാണത്. അപ്പോൾ ഈ ജസ്റ്റിസ് ഭാനുമതി അവരുടെ സീ ഓഫ് ചടങ്ങിൽ അവർ പറഞ്ഞൊരു സംഭവമുണ്ട്. എന്താണ് അവർ പറഞ്ഞത്? അവർക്ക് ഇത്രയും പ്രശ്നം, അവരെ വളർത്തിയതും അവരുടെ എഡ്യൂക്കേഷനും അവരുടെ ലീഗലായിട്ടുള്ള അവരുടെ പ്രൊഫഷനും മറ്റുള്ളതെല്ലാം മുന്നോട്ട് പോകാനുണ്ടായ കാരണം അവർ സ്ട്രോങ് ആയിട്ട് ജീസസും ഒരു ഗോസ്പൽ ഫോളോവറാണ്. അതുകൊണ്ടാണ് ഇത്രയും പ്രതിസന്ധി ഉണ്ടായിട്ടും അവർക്കിതെല്ലാം നേരിടാൻ സാധിച്ചത്. ഇവരുടെ ഹസ്ബൻഡ് വളരെ ലോ പ്രൊഫൈൽ ഒരു ലോയർ, ഈ പറയുന്ന കൃഷ്ണഗിരി ഭാഗത്ത് തന്നെ. ഇപ്പം പിന്നെ കഥ ചെന്നൈയിലോട്ട് പോയി. അയാൾ എവിടെ ഇടപെടാൻ പോയിട്ടില്ല. ഇതേപോലെ അവരുടെ ബന്ധുക്കളൊക്കെ ഉണ്ട്, അവരും ഇടപെടാൻ പോയില്ല. അതുകൊണ്ട് ഇവരെല്ലാം ഹൈ പ്രൊഫൈലിലായിട്ട് ഇരുന്ന സമയത്തും ഇവർ എവിടെയും ബയസ്ഡ് ആയിട്ടോ, അതായത് ആർക്കു വേണ്ടി അനുകൂലമായിട്ട് ഇതൊന്നും ചെയ്തില്ല. അവരുടെ സിസ്റ്റം, ജസ്റ്റിസ് സിസ്റ്റം ഫെയർ ആയിട്ട് എവിടെയൊക്കെ കൊടുക്കണം അതനുസരിച്ച് അവർ മുന്നോട്ട് പോയി. ഇനി ഞാൻ ഈ പറയുന്ന വലിയ മതപരിവർത്തനം പോസ്റ്റ് സർവേ പറയുന്ന ആൾക്കാരോട് ചോദിക്കട്ടെ, ഇവരെ ആരാണ് ഫോഴ്സായിട്ട് മതപരിവർത്തനം നടത്തിയത്? നിങ്ങൾ പറഞ്ഞത് എന്നെ എഡ്യൂക്കേറ്റ് ചെയ്യുക. ആരാണ് ഇവരെ മാറ്റിയത്? ഇവരെ വേറെ മറ്റുള്ള രീതിയിൽ ഇവർക്ക് ആഹാരം കൊടുത്തോ മറ്റുള്ള രീതിയിലോ കൊടുത്തിട്ടാണ് ഇവരെ മാറ്റിയത്? അവരെ ഒരാൾ സഹായിക്കാൻ വന്നു. അവിടുത്തെ 10-20 പേരുള്ള ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ഒരു ചർച്ച് എല്ലാവരും കൂടെ പണം പിരിച്ച് അവരെ പഠിപ്പിച്ചു, ആ കുടുംബത്തെ രക്ഷപ്പെടുത്തി. അവർ ലോയറായി, ജഡ്ജായി, സുപ്രീം കോടതി ജഡ്ജായിട്ട് അവർ റിട്ടയർ ചെയ്തു. ആരാണ് ഇവരെ മതം മാറ്റിയത്? ഇതേപോലെ ഇന്ത്യയിൽ ഞാൻ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരെ ഞാൻ കാണിച്ചു തരാം. ഇവരെവിടെയും പറയുന്നൊന്നുമില്ല, ഇവർക്ക് എവിടെയും വേണ്ട, ഒന്നും വേണ്ട. അവരവരുടെ ഫെയ്ത്തിൽ പോകുന്നു. ഇതാണ് അതിൻ്റെ കാരണം, ഇതാണ് അതിൻ്റെ യഥാർത്ഥ റീസൺ. നിങ്ങൾ ഡെപ്തായിട്ട് പഠിച്ചു നോക്കണം. ഇവരെന്താ അമേരിക്കയിൽ നിന്നോ ഇംഗ്ലണ്ടിൽ നിന്നോ കഞ്ഞിയോ പയറോ വല്ലതും കൊടുത്തിട്ടാണോ ജസ്റ്റിസ് ഭാനുമതി ക്രിസ്ത്യനായത്? അവരെവിടെയും പറയുന്നില്ല അവർ ക്രിസ്ത്യനാണെന്ന്. അവർ പറയുന്നവർ ജീസസ് ഫോളോവർ ആയിരുന്നു. അവർക്ക് ഗോസ്പല് താല്പര്യമുണ്ട്. ഒരു ഹിന്ദു ആയിട്ടാണ് ജനിച്ചത്. പക്ഷെ അവർക്ക് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് കൊടുത്തത് ആ ഫെയ്ത്തിലാണ്. അതിൽ പറയുന്നതിൽ എന്താ തെറ്റ്? ഇനി അടുത്ത സംഭവം, ഇവർ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, ഇതൊന്നും ഇപ്പോഴാണ് പല കാര്യങ്ങളും പുറത്തു വരുന്നത്.
ഇവർ വളരെ ലളിതമായിട്ട് ചെറിയ രീതിയിൽ ആ ചെലവൊക്കെ എടുത്ത് മാത്രമാണ് ഇവർ ജീവിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് ഇവർക്ക് കിട്ടുന്ന വലിയൊരു ശതമാനം ശമ്പളത്തിൻ്റെ വലിയ ഭാഗം ഇതേപോലെ അവരുടെ ചർച്ചിലാണെങ്കിൽ അയൽവാസികൾ അവിടെ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി ഇവർ കൊടുക്കുമായിരുന്നു. ഇതാണ് ആ ലൈഫിൻ്റെ കമ്മിറ്റ്മെൻറ്റ് ആ നാട്ടിലെ ജനങ്ങളോടും അവരുടെ അയൽവാസികളോടും ആ സമൂഹത്തോടും. ഇനി ചോദിക്കട്ടെ, ഈ സംഘപരിവാറുകാരാ, നിങ്ങൾ എത്ര പേരെ ഇതേപോലെ ചെയ്തിട്ടുണ്ട് രക്ഷപ്പെട്ടിട്ട്? എത്ര പേരെ പഠിപ്പിച്ചിട്ടുണ്ട്? അവരൊരു വളരെ ഹമ്പിളായിട്ടൊരു കർഷക തൊഴിലാളിയുടെ മകൾ അത് അപ്പൻ മരിച്ചുപോയി, അതിൻ്റെ കിട്ടാൻ വേണ്ടി, അതായത് കോമ്പൻസേഷൻ കിട്ടാൻ വേണ്ടി ഇവരുടെ അമ്മ വളരെയധികം സ്ട്രഗിൾ ചെയ്തു. അത് കിട്ടിയില്ല. ആ സമയത്ത് ഈ ചർച്ചുകാരാണ് ഇവരെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഈ മാറ്റമുണ്ടാകുന്നത്. ഒരു മനുഷ്യൻ്റെ ലൈഫിൽ പലതും മാറ്റമുണ്ടാകുന്നത് അവൻ ആ സന്ദർഭത്തിൽ കിട്ടുന്ന ഹെൽപ്പാണ്. അത് സാമ്പത്തികമായിരിക്കും, അതവർ കൗൺസിലിംഗ് ആയിരിക്കും, അവരെ മെൻ്റലി തളർന്നു പോകുന്ന സമയത്ത് അവർ നിർത്തിക്കൊണ്ടുവരും. ഇതാര് കൊടുക്കാൻ സാധിക്കുന്നു? അതൊരു വിശ്വാസമാണ്. അതാണ് ഈ ഗോസ്പൽ എന്ന് പറയുന്ന അവരെ പഠിപ്പിക്കുന്നത്. അതാണ് ഈ കന്യാസ്ത്രീകളും പാസ്റ്റർമാരും ഒക്കെ ഉത്തരേന്ത്യയിൽ ലോകത്ത് മുഴുവനും പോയി പറയുന്നത്. അതിലെന്ത് തെറ്റാവുള്ളത്? തകരുന്ന മനുഷ്യന് താങ്ങായിട്ട് നിൽക്കുന്നു. അതിലെവിടെയാണ് ഫോഴ്സ്ഫുൾ കൺവേർഷൻ ഉണ്ടായത്? അവരവരുടെ ലൈഫും അവരെ സഹായിക്കാൻ കൊടുക്കുന്നു. പക്ഷെ അതിനിടയ്ക്ക് അവർ ബൈബിള് പറയുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയാൻ. ജസ്റ്റിസ് ഭാനുമതിയുടെ ഒരു ക്ലാസിക് എക്സാമ്പിൾ. അവർ ലൈഫിൽ എവിടെയും പറയാൻ പോയില്ല. കാരണം അവർ ഹിന്ദു പേരിൽ തന്നെ ജീവിച്ചത്. പക്ഷെ അവരുടെ വിശ്വാസം വേറെയായിരുന്നു. ഇതേപോലെ ആയിരക്കണക്കിന് പേര് ഇന്ത്യയിലും ലോകത്തും ക്രിപ്റ്റോക്രിസ്ത്യൻസ് ആയിട്ടുണ്ട്. അതിനൊക്കെ ഒരു ക്ലാസിക് തെളിവാണ് സുപ്രീം കോർട്ടിലെ ജസ്റ്റിസ് ഭാനുമതി.